കേരളത്തിലേക്കുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 50ഓളം നുഴഞ്ഞുകയറ്റക്കാരെ എറണാകുളം റൂറൽ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പറവൂർ കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ച 27 ബംഗ്ലാദേശികളെ നാടുകടത്താനുള്ള നടപടികളും ആരംഭിച്ചു. ശിക്ഷാ വിവരങ്ങൾ പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു. എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ആലുവ, അങ്കമാലി, പറവൂർ ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഏറ്റവും അധികം ബംഗ്ലാദേശികൾ പിടിയിലായത്. പറവൂരിൽ തങ്ങിയ 27 ബംഗ്ലാദേശികളായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഒരുമിച്ച് പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിൽ പിടിയിലായവരെയാണ് പറവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഫോറിനേഴ്സ് ആക്ട്, പാസ്പോർട്ട് ആക്ടുകൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. 10 മാസമായി ജയിൽവാസം തുടരുന്ന ബംഗ്ലാദേശികൾ ഇനി 14 മാസം കൂടിയാണ് ജയിൽവാസം അനുഭവിക്കേണ്ടത്. എന്നാൽ ശിക്ഷാ കാലാവധിക്ക് മുമ്പ് തന്നെ ഇവരെ നാടുകടത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും BSFനും പോലീസ് റിപ്പോർട്ട് നൽകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് BSF ഡിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിച്ച് നാടുകടത്തും. ബംഗ്ലാദേശിലെ കുൽന ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു പിടിയിലായിരുന്നത്. സർക്കാരിന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ലെനി P. സുകുമാരനായിരുന്നു കോടതിയിൽ ഹാജരായത്. ജനം, കൊച്ചി.